എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴുതനക്കറിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴുതനക്കറി. അപ്പോൾ ഈ വഴുതന ഇന്ന് സ്വാഭാവികമായിട്ട് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഉള്ള സാധനം എന്നല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഇത്. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ ഇത് വഴുതന മുളകും മഞ്ഞളും മാത്രം, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴുതന ഞാനൊന്ന് മസാല പുരട്ടി വെച്ചതാണ്. ഇത് തേങ്ങയുടെ 1-ാം പാലും ഇത് 2-ാം പാലും, ഇത് മാത്രം മതി. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പൊടികളും കൂടി, അത് മാത്രമേ നമുക്ക് കറിക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്കൊരു പാന് വെച്ച് കൊടുക്കാം. പാനിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ, വഴുതന ഒന്ന് പൊരിച്ചെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്, നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും ഒന്ന് നല്ലോണം പൊരിഞ്ഞ് വരുമൊന്നും വേണ്ട, ഒന്ന് ഫ്രൈ ആയാൽ മതിയേ. പൊരിച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട ഇതൊന്നുണ്ട്. അപ്പോൾ 2-ാമത്തെ പാല് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ, അതൊന്ന് കുറേയൊന്നും വേണ്ട, ഒരു ചെറിയ പുളി മതി കേട്ടോ. അപ്പോൾ അത് കുറച്ച് നമുക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1-1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതലുണ്ട് കറി, ഇവിടുത്തെ മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നന്നായിട്ട് കലക്കുക കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ അവിടെ റെഡിയാവും കേട്ടോ. അപ്പോഴേ നമ്മുടെ വഴുതന റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ ഇതാക്കി നന്നായി തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇത് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകും കറിവേപ്പിലയും വറവേലും നമ്മുടെ കറിയായി. അപ്പോൾ അതൊന്ന് കുറുകി വരട്ടെ. നന്നായിട്ട് കുറുകി വന്നിട്ട് കേട്ടോ, അങ്ങനെ കുറുകിയിട്ടേ. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാലുണ്ടല്ലോ, ആദ്യത്തെ പാല്, നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുകൊന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ഇവിടുത്തെ മോനെ ചോറിൻ്റെ കൂടെ ആകെ കഴിക്കുക സാമ്പാറും ഇനി വഴുതനക്കറിയും മാത്രമാണ് കേട്ടോ. ഇത് തൈരും കൂട്ടാണ് അവൻ കഴിക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കണം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് കേട്ടോ. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.